ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെന്ന് പറയുന്നത് ഹൈഡൽബർഗിലോട്ട് പോവാണ്. ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ ഗായ്സ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ ബസ് വന്നു കേട്ടോ ഗായ്സ്. നമ്മുടെ ബസ് വന്നിരിക്കുന്നു ഗായ്സ്. ഗായ്സ്, നമ്മുടെ ഹൈഡൽബർഗിലോട്ടുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ ആട്ടോ കൊടുക്കുന്നത്. ഭയങ്കര ശബ്ദം വരുമ്പോൾ കേൾക്കുന്നില്ലല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണേ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി വൈബ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളില്ല, വെള്ളം. ഗായ്സ്, നമ്മുടെ ഹൈഡൽബർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബസ് കയറി പോകണം കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ഹൈഡൽബർഗിൽ എത്തിയിട്ട് ഭയങ്കര കാറ്റാണ്. നമ്മളിനി ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം അവിടെ എത്തണമെങ്കിൽ. അതേ ഇവിടെ മലയൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മല, കണ്ടോ? വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് എന്താണെന്ന് അറിയുമോ നോക്കട്ടെ ഗായ്സ്. ജിറാഫിൻ്റെ പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ബസ് വരുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. അപ്പം അതുകൊണ്ട് ശബ്ദം കേൾക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഈ സാധനം കണ്ടിട്ട് എന്താ തോന്നണേ? ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച ജിറാഫാണ്. അല്ല, പൂ കാണാൻ നല്ല ഭംഗിയില്ലേ? ട്രാമ വരണ വഴിയാട്ടോ. എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല പൂവുണ്ട്, അപ്പുറത്തുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയില്ലേ? ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പുറത്തുണ്ട്, സൂം ചെയ്ത് കാണിച്ചു. കണ്ടോ ഗായ്സ്? നമ്മുടെ വണ്ടി ഇവിടെ വരുന്നു കേട്ടോ, കാണിച്ചു തരാവേ. നമ്മുടെ ബസ് വന്നു കേട്ടോ. ഇവിടെ കുറേ മലകളുണ്ട് കേട്ടോ ഗായ്സ്. ഗായ്സ്, ഞങ്ങൾ സൂവിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ബട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, ഫാമിലി ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതൊക്കെ സ്റ്റാച്ചുകളാട്ടോ, ശരിക്കുള്ള മൃഗങ്ങളൊന്നും അല്ല കേട്ടോ ഗായ്സ്. കണ്ടിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും, പക്ഷെ അല്ല. ആദ്യം തന്നെ കാണുന്ന ഒട്ടകത്തിനെ കണ്ടോ ഗായ്സ്? ഗായ്സ്, നിങ്ങൾ ഒട്ടകത്തിനെ കണ്ടോ ഗായ്സ്? കുറേ ഉണ്ട് കേട്ടോ. കുറേ അല്ല, ഒരു 3 എണ്ണം ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ. ഗായ്സ്, നമ്മുടെ റോബറിൻ്റെ ഭാഗത്ത് കാണുമോയെന്ന് എനിക്കറിയില്ലേ. റോബർ എന്ന് വെച്ചാൽ ഡോൾഫിൻ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ കുറേ ഉണ്ട്, കുറേയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അടിയിലുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പൊന്തുണ്ട്. വെയിലാണ് കേട്ടോ ഗായ്സ്. ഞാൻ അടുപ്പിച്ച് കാണിക്കാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? ഗായ്സ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗായ്സ്. എന്തോ ഒരു സാധനം ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ട് ടി വിയിൽ. നല്ല സാധനം കേട്ടോ. നമ്മുടെ മുള്ളം വന്നിട്ട് ഗായ്സ്. പിന്നെ 2 മക്കളുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ ഒരപ്പനം അതാന്ന് തോന്നുന്നു ഗായ്സ്. നമ്മുടെ പുലി കുറച്ചുണ്ട്. 2 പുലികൾ അവിടെയുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഗായ്സ്, ഇത് ആനകളെ ട്രെയിൻ ചെയ്യുന്ന കേട്ടോ ഗായ്സ്. ഇത് എല്ലാവരും കൂടെയുള്ള കാരണം എൻ്റെ പപ്പയാണ് വീഡിയോ എടുത്തു തന്നത്. അതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ നേരത്ത്. ഗായ്സ്, അവിടെ 2 പേര് ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ട്രെയിനർ ഇത് ആനയുടെ അടുത്ത് പറയുമ്പോൾ ആന അതേപോലെ തന്നെ ചെയ്യട്ടോ ഗായ്സ്. നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം ആനേനെ കുളിപ്പിക്കാൻ കേട്ടോ ഗായ്സ്. നല്ല ഭംഗിയുണ്ട് ആന.
ഇത് 2 മണി വരെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞു. ആനേനെ ഇവർ ഇവിടെ നിന്ന് കൂട്ടിക്ക് കൊണ്ടു. ഗൈസ് ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലെമിംഗോനെ ആട്ടോ. ഒരു പ്രത്യേക കളർ റെഡും ഓറഞ്ചും വെള്ളയായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലെമിംഗോ കേട്ടോ ഗൈസ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത്. ഗായ്സ് ഇത് ഈ പുലിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് നിൽക്കണ പോലെ തോന്നുന്നുണ്ടോ ഗായ്സ്? പക്ഷേ ഇതൊരു ഗ്ലാസ് ഡോറിൻ്റെ ഉള്ളിലുള്ള ഒരു ടൈപ്പ് പുലിയാണ് കേട്ടോ ഗായ്സ്. നമുക്കന്ന് നമ്മളെ പിടിക്കാനൊന്നും വരില്ല, പക്ഷെ നമുക്കത് തോന്നും. നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ കുറച്ചും കൂടി അകലെയുള്ള പുലിനെ കേട്ടോ ഗായ്സ് ഇനി കാണാൻ പോകുന്നത് പക്ഷികളാണ്. ഇത് ഏതോ ഒരു ടൈപ്പ് പക്ഷിയാണ്. പിന്നെ ഞങ്ങൾ സീബ്രാനെ കണ്ടു, പിന്നെ പരുന്തിനെ കണ്ടു. ഇത് പരുന്താണോ എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നാറില്ല കേട്ടോ ഗായ്സ്. സോറി അത് കഴുകനായിരുന്നു കേട്ടോ. പിന്നെ കണ്ടത് പരുന്ത്. ഇതായിരുന്നു പരുന്ത് കേട്ടോ ഗായ്സ്. കാണാൻ പറ്റുന്നില്ല ഗായ്സ്, അവർ മൂടി വെച്ചേക്കാട്ടോ ഗായ്സ്. അതുകൊണ്ട് നമ്മളിന്ന് കുത്താൻ വരില്ല. അത് പരുന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റിട്ട് ഓടിക്കുന്ന ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് അത് കുത്താനൊന്നും വരില്ല കേട്ടോ ഗായ്സ്. എൻ്റെ കൂടെ സൈഡിൽ കാക്കിയും വന്നിരിക്കുന്നു കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ സൂവിൽ പോയി വന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗായ്സ്. നമ്മളെല്ലാ ആനിമൽസിനെയും കണ്ടു. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.